നമസ്കാരം. KPCC അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫിന് വകുപ്പ് വിഭജനത്തിൽ തിരിച്ചടി കിട്ടിയത് കോൺഗ്രസിൽ ചർച്ചയാവുന്നു. KPCC അധ്യക്ഷ പദവിയിലിരിക്കുന്ന സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പിന് പകരം വൈദ്യുതി വകുപ്പ് നൽകിയതാണ് ചർച്ചയാവുന്നത്. വൈദ്യുതി വകുപ്പെങ്കിൽ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ മുരളീധരൻ ആവശ്യപ്പെട്ട ആരോഗ്യവും ദേവസ്വവും ചോദിച്ചു വാങ്ങിയത് പ്രശ്നം മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് മുരളീധരൻ പോലും ഒഴിവാക്കിയ വകുപ്പെടുത്ത് സണ്ണി ജോസഫിന് നൽകിയത് പാർട്ടിയിൽ ചർച്ചയാവുന്നത്. റവന്യൂ വകുപ്പിന് പകരം വൈദ്യുതി നൽകിയതിൽ സണ്ണി ജോസഫും കടുത്ത അതൃപ്തിയിലാണെന്നാണ് സൂചന. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് നൽകിയ പണിയാണ് ഇപ്പോൾ സണ്ണിക്ക് തിരിച്ചു കിട്ടിയതെന്നാണ് കോൺഗ്രസിലെ അണിയറ സംസാരം. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമോഹികളിൽ ഒന്നാം സ്ഥാനത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വേണുഗോപാൽ ആദ്യം ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. മത്സരിക്കാൻ കോൺഗ്രസ് എല്ലാവർക്കും സീറ്റ് നൽകിയിട്ടുണ്ട്. അധികാര സ്ഥാനത്ത് ഇരിക്കാനുള്ള മാനദണ്ഡമല്ലാതെ UDF വന്നാൽ അധികാര സ്ഥാനത്ത് ആരിരിക്കണമെന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നായിരുന്നു അന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. ഇതെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണുഗോപാൽ വരുമെന്ന ധാരണ പരത്തിയിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് ഇതറിഞ്ഞ് കടുംവെട്ട് തന്നെ വെട്ടി. UDF വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് VD സതീശൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയായിരുന്നു. UDFിലെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഈ പ്രതികരണത്തിൽ അന്തം വിട്ടത് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ തന്നെയായിരുന്നു. മാത്യു കുഴൽനാടിനെ പോലുള്ള നേതാക്കൾ പ്രസ്താവനകളുമായി രംഗത്ത് വരികയും ഇതിനെതിരെ ലീഗ് അണികൾ തെരുവിലിറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതോടെ വേണുഗോപാൽ വന്നാൽ ലീഗ് എതിർക്കുമെന്ന വസ്തുത വ്യക്തമായി. ലീഗ് സതീശൻ വിഭാഗം ഈ ആവശ്യമായി തെരുവിലിറങ്ങുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇരിക്കൂർ സീറ്റിൽ വേണുഗോപാലിന് ജയസാധ്യതയുണ്ടോ എന്ന് ചോദിച്ച് സണ്ണി ജോസഫിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് റിപ്പോർട്ട് തേടിയത്. എന്നാൽ വേണുഗോപാൽ തോൽക്കാൻ വരെ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് സണ്ണി ജോസഫ് നൽകിയത്. KC വേണുഗോപാൽ കേരളത്തിൽ വന്നാൽ നേരിടേണ്ട എതിർപ്പുകൾ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ KC വേണുഗോപാലിന്റെ കേരളത്തിലെ സാധ്യതകൾ തന്നെ ഇല്ലാതാക്കിയത്. ഈ റിപ്പോർട്ടാണെങ്കിൽ വേണുഗോപാൽ കാണുകയും ചെയ്തിരുന്നു. വകുപ്പ് വിഭജനം വന്നപ്പോൾ KC ഇടപെടുക തന്നെ ചെയ്തു. സണ്ണി ജോസഫിന് ലഭിക്കേണ്ട റവന്യൂ അടുപ്പക്കാരനായ AP അനിൽകുമാറിന് നൽകിയാൽ മതിയെന്നായിരുന്നു KCയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വിളിയുമെത്തി. ഇതോടെയാണ് റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിൽ നിന്നും തെറിച്ചത്. മുഖ്യമന്ത്രി ആയില്ലെങ്കിലും മന്ത്രിസഭയെ നിയന്ത്രിക്കുക KC തന്നെയാണെന്നാണ് KCയുടെ നീക്കങ്ങൾ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.